ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ അടിപൊളി കളർ കോമ്പിനേഷനിലുള്ള ഒരു വർക്കാണ് നോക്കുന്നത്. അതിനായിട്ട് ആൻറ്റി ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്, സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം സിൽക്ക് ത്രെഡ് 16 സ്ട്രാൻഡ്സ് എടുത്തിട്ട് റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ പാറ്റേണിൽ റൗണ്ട് മാർക്ക് ചെയ്തേക്കുന്നിടത്താണ് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ഈ ഒരു നെക്ക് ഡിസൈൻ നമുക്ക് കുർത്തിയുടെ, ബ്ലൗസിൻ്റെ, ഫ്രോക്കിൻ്റെ ഒക്കെ നെക്ക് ഡിസൈനായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് അടിപൊളി നെക്ക് ഡിസൈൻസും സ്ലീവ് ഡിസൈൻസും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടു നോക്കണേ. ഇതുപോലുള്ള ഡിസൈനിങ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടണേ. ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നീഡിൽ നമ്പർ 5 ആണ്. ബീഡ് വർക്ക് ചെയ്യാനായിട്ട് നീഡിൽ നമ്പർ 10 ആണ്. നമ്മുടെ പാറ്റേണിൽ ഓരോ പുതിയ തരം സ്റ്റിച്ചുകൾ വരുമ്പോഴും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യുന്നത് താഴേന്ന് നീഡിൽ കുത്തിയെടുക്കുക. അതിനുശേഷം ത്രെഡ് നീഡിൽ 2 തവണ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴോട്ട് നീഡിൽ കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ ഫോം ആവും. അത് പോവാതെ ഇങ്ങനെ ജസ്റ്റ് ഫിംഗർ കൊണ്ട് പിടിച്ചിട്ട് താഴോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കോട്ടൺ ത്രെഡ് വെച്ചിട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്താലാണ് റിംഗ് നോട്ട് ഫ്ലവർ നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റുക. ആദ്യമേ ഒരു നെക്ക് ഡിസൈനായിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലെയിൻ മെറ്റീരിയലിൽ വർക്ക് ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ആക്കിയതിന് ശേഷം നെക്ക് ഡിസൈനായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഫ്ലവർ കംപ്ലീറ്റ് ആയതിന് ശേഷം ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വലിയ ആൻറ്റി ഗോൾഡൻ ബീഡ് തുന്നി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കാനുള്ളിടത്തൊക്കെ ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട്.
ആൻറ്റി ഗോൾഡൻ ബീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് തുന്നിയെടുത്തു. ഇനി നമുക്ക് സിൽക്ക് ത്രെഡ് 6 സ്ട്രാൻഡ്സ് എടുത്തിട്ട് ലേസി സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വരച്ചെടുത്തേക്കുന്ന പാറ്റേണിൽ ബാക്കി എല്ലാ പോർഷനിലും ലേസി സ്റ്റിച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷമുള്ള ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.